ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ എട്ടീൻ്റെ കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നത് കേട്ടോ. ബാംഗ്ലൂർ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ മൈസൂരൊക്കെ എത്തിയിട്ട് പിന്നെ ഒരു ചർച്ചിലാണ് നമ്മൾ പോണത്. ആ ചർച്ചിൽ നമ്മൾ കയറിയിട്ട് അതിൽ കുറേ കാണാൻ, അവിടുത്തെ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, നല്ല കാലാവസ്ഥ. നമുക്ക് അവിടുന്ന് പോരാൻ തോന്നൂല. അവിടുന്ന് കുറേ ഞങ്ങൾ പിക്കൊക്കെ എടുത്ത് അവിടെ എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് പിക്കൊക്കെ എടുത്ത് ഓരോ മെമ്മറീസുകളൊക്കെ ആക്കിങ്ങാണ്ട് ഇങ്ങനെ പോവാട്ടോ. നല്ല അടിപൊളി ചർച്ച്. നമ്മളവിടെ പോകുമ്പോൾ എല്ലാവരും കാണും, അത് ചർച്ചൊക്കെ കാണും. അതിൻ്റെ ഉള്ളിൽ അതേപോലെ പഴയ കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളിലത്തതൊന്നും നമ്മൾ വിഷ്വൽസ് ഒന്നും നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ താക്കടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാട്ടോ എല്ലാവരും കണ്ടോ. ഇവര് ഫോട്ടോക്ക് വേണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഈ പള്ളിന്റെ ചരിത്രം അറിയണോല് കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോവാട്ടോ. അതാ മൈസൂരിലാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇവിടെ പോവുകയാണെങ്കിലും ചർച്ചിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. ഒരുമിച്ച് എല്ലാവർക്കും ഫാമിലി ആയിട്ട് എടുക്കുക, അല്ലാതെ എടുക്കുക, അങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ വേറെ ആൾക്കാർക്കും അതേപോലെ പിക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും പാടെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒരാളെ കയ്യിൽ നമ്മളെ ഫോണ് അല്ലെങ്കിൽ ക്യാമറ കൊടുക്കണം. എന്നിട്ട് അതേപോലെ അവരെ കയ്യിൽ നമ്മൾ ക്യാമറ കൊടുത്തുകൊണ്ട് അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നു. അതേമാതിരി നമ്മൾ അവർക്കും എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് കാലം ഇങ്ങനെ ചുറ്റി കറങ്ങി കണ്ടുകാണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ പോവാണേ. അപ്പൊ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓടി ചാടി പോവുക അല്ലേ. കണ്ടോ ഓലൊക്കെ നിക്കണ്. ഇത് സംഭവം ഒരു ലോകാട്ടോ. ഫോർ ദ ഗ്രേറ്റ്. അതാ കണ്ടോ ഇവിടെ. പോണം അങ്ങനെ വർത്താനം പറഞ്ഞ് പോണം. സെന്റ് മേരീസ് ഇംഗ്ലീഷ് സ്കൂൾ. മുത്തുമണിയെ അറിയുന്നവരോട് ചോദിച്ചു നോക്കി. ഉള്ളിൽ കയറണുണ്ടോ? ഉള്ളിൽ കയറുമ്പോഴോ? പിന്നെ നമ്മൾ പോകുന്നത് വണ്ടിയിലിരുന്ന് കുറേ സ്നാക്ക് ഐറ്റങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ വണ്ടിയിൽ കുറേ യാത്രയാണ്. കുറേ സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫണ്ണി ആയിട്ടുള്ള സംസാരം കേട്ടോ. ഫണ്ണി ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചു. ഹാപ്പിനെസ് വരുന്ന സംസാരങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്ത് തന്നെ പോവാം കേട്ടോ. നമ്മൾ മോളടുത്താണ് പോണത്. പാപ്പനും ഒക്കെ പാപ്പന് അനിയത്തിയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും പാടെ അവളെ ഉമ്മ എല്ലാവരും പാടെ ഫാമിലി ആയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് നമ്മളറിയില്ല, നമുക്ക് നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ടോക്കിങ് മാത്രം സംസാരിക്കുക. പിന്നെ ഓരോന്ന് കാണുക. നമുക്ക് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മളെന്താ കാണിക്കുക, നമ്മൾ ഓരോരോ വിഷ്വൽസ് കാണാനാണ് നോക്കുക. പിന്നെ അവിടുത്തെ റോഡുകൾ നല്ല അടിപൊളി റോഡുകളാണ്.
നമ്മളെ ഇവിടുത്തെ പോലെയൊന്നും അല്ലല്ലോ, കുറച്ച് എന്താ നല്ല നല്ല റോഡുകൾ പറഞ്ഞാൽ നമ്മൾ വണ്ടി ഒരു സൈഡിലേക്ക് മാത്രം പോകാനുള്ള റോഡ്, അതായത് 4 സെക്ഷനായിട്ടൊക്കെ റോഡ് അവിടെ വരുന്നത്. നമ്മളെ മോദി ഇപ്പം നേരം അത് എന്താ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ റോഡാണ്. അപ്പോൾ അതിനെ കൂടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഓരോരോ ഓരോ സൈഡിൽ കൂടെ കാണുന്നതും മലകളും കുന്നുകളും എല്ലാം ഒക്കെ കണ്ട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ഓറഞ്ച് കഴിക്കണ്, ഓരോരോ കഴിച്ച് കാണ്ട് പോവാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കാണാം. കുട്ടിക്കൂറിന് വലിയൊരു കൊച്ചു കൊണ്ടുപോകുന്നതിനകത്ത് കൊണ്ടുപോകുക ചെയ്യാറ്. ചോദിച്ചത് ഇവരൊക്കെ കണ്ടു വലിയ രീതി എവിടെയാണ്
പിന്നെ ഞങ്ങള് അവിടുന്ന് മോളൊക്കെ പിക്ക് ചെയ്ത് പിന്നെ ആ സൈഡിൽ കൂടി എല്ലാതിൽ കൂടി നമ്മളിങ്ങനെ ഓരോരോ നമ്മൾ ഇനിയിപ്പോൾ എവിടെയാണ് എന്താണ് കാണാൻ ബാംഗ്ലൂർ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെയല്ല കേട്ടോ. നമ്മൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരിക്കും ഓരോരോ സ്ഥലത്ത് എത്തിപ്പെടാം. പറയുമ്പം ഒരു 10 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ അര ഇതിൻ്റെയൊക്കെ ടൈമിൻ്റെ ഇതുണ്ടോ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഈ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ മണിക്കൂറുകൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അടിച്ചു നോക്കും ഇനിയിപ്പോൾ ഈ ബാംഗ്ലൂർ എന്താണ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ചുറ്റിങ്ങാണ്ട് നമ്മൾ വന്ന സ്ഥലത്ത് കൂടെ തന്നെ ആയിരിക്കും പോവുക. പക്ഷെ അത് ചുറ്റി കളിച്ച് വരുമ്പോഴത്തിന് നമ്മളവിടെ എത്തുമ്പോഴത്തിന് എന്താണെന്നറിയോ പിന്നെ മണിക്കൂറുകൾ ഇങ്ങനെ പിടിക്കുമായിരിക്കും. അങ്ങനെ ഓരോരോ സ്ഥലത്ത് പിന്നെ നമ്മൾ ചായക്കട കേട്ടോ. നമ്മൾ നോർമലി ലക്ഷറി ആയിട്ടല്ലാതെ നമ്മൾ ഇതിൽ കൂടെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. എന്നിട്ടല്ല നല്ല അടിപൊളി ചായ അതേക്ക് എന്താ വേണ്ടതില്ലതൊക്കെ ഇങ്ങനെ നുറുക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ ആ ചായയും കുടിച്ച് പിന്നെ നമ്മളിങ്ങനെ പിന്നെയും ട്രാവൽ ചെയ്ത് പോകാം. റോട്ട് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ. പിന്നെ നമ്മളെ ഈ ലിങ്കുകളെല്ലാവർക്കും ഷെയർ ചെയ്തോളി. പിന്നെ എന്താ പറയുക അതേമാതിരി ഞാൻ ഷോർട്സ് ഇടുന്നതിനും എല്ലാവരും ഷോർട്സൊക്കെ കാണുക ഇരിക്കുക അതിനൊക്കെ നമുക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം.